ചെയ്യാൻ പോണത് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ്. ഒരു അറബിക് സൂപ്പ്, ഷോർബ എന്നാണ് കേട്ടോ അതിന് പറയാം. ഞാനിത് ചിക്കനും ഓട്സും വെച്ചിട്ടാണ് ചെയ്യണത്. അതാകുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഓട്സിനും അധികം വേവൊന്നുമില്ല, അതുപോലെ തന്നെ ചിക്കനും വേവൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു സൂപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സാധാരണ ഈ ഒരു ഷോർബ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇത്തിരി ടൈം എടുത്ത് ചെയ്യണതാണ്. കാരണം ഇതിലേക്ക് തൊലി കളഞ്ഞ ഗോതമ്പുണ്ടല്ലോ, നമുക്ക് നാട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടണ തന്നെയാണ് തൊലി കളഞ്ഞ ഗോതമ്പും അതുപോലെ തന്നെ മട്ടനൊക്കെ ചേർത്തിട്ടാണ് ഇത് ചെയ്തെടുക്കാറ്. അപ്പോൾ ഒരു ഇത്തിരി ടൈം എടുത്തിട്ടാണ് ഈ ഒരു ഷോർബ ചെയ്യാറ്. പക്ഷേ ഈ ഓട്സും ചിക്കനൊക്കെ ആകുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. ടേസ്റ്റിനാണെങ്കിൽ ഒട്ടും കുറവൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ നെയ്യിന് പകരമായിട്ട് ഓയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു ചെറിയ കഷ്ണം പട്ട, ഒരു 3 ഗ്രാമ്പു, 3 ഏലക്കായ, കൂടെ തന്നെ ഒരു ചെറിയ ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. കാരണം ഷോർബയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വെളുത്തുള്ളി ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. മുറിച്ച് വെച്ച വെളുത്തുള്ളി അതുപോലെ തന്നെ ടേബിളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ വെളുത്തുള്ളി മസ്റ്റാണ് കേട്ടോ, വെളുത്തുള്ളി എന്തായാലും ഇടണം. ഇനി ഇതിലേക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ തക്കാളി തന്നെ ആയിക്കോട്ടെ, നല്ല പഴുത്ത വലിയൊരു തക്കാളി ചെറുതായിട്ട് മുറിച്ചെടുത്തതും കൂടെ ഒരു ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു തക്കാളിയിലേക്കും സവാളയിലേക്കൊക്കെ അല്ലേ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഇതിലേക്ക് ഒരു ചിക്കൻ്റെ സ്റ്റോക്ക്, ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലും ഉപ്പുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നമ്മുടെ ആ ഒരു സവാളയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റി കിട്ടാൻ മാത്രം. ഇനി ഇതിലേക്ക് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി പിന്നീട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ ചെറിയ ജീരകം പൊടിച്ചെടുത്തത് അതും കൂടെ ചേർക്കാം. അപ്പോൾ ഈ ഒരു ചെറിയ ജീരകം എന്ന് പറയുമ്പോൾ നല്ലൊരു മണം കിട്ടുന്നതാണ്. അപ്പോൾ ഇനി അത് ഇഷ്ടമില്ല എന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു മാഗിയുടെ ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു ക്യൂബാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റിൽ 2 എണ്ണം ഉണ്ടാവും. അപ്പോൾ അതിലത്തെ ഒരെണ്ണേ എടുക്കണുള്ളൂ. ഇനി ഇത് അത്രയ്ക്ക് നിർബന്ധമൊന്നുമില്ല, വേണ്ടാന്ന് വെച്ചാൽ അത് ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് ചിക്കന് ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്, മിൻസ് ചെയ്തെടുത്തതല്ല കേട്ടോ, ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് കണ്ടില്ലേ. അപ്പോൾ വളരെ ചെറിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതാവുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഒരു ചിക്കനും കൂടെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. മിക്സിയിൽ ഇട്ടുങ്ങാണ്ട് ഒന്ന് കറക്കി എടുക്കുകയാണെങ്കിൽ പറ്റങ്ങോട്ട് അരഞ്ഞു പോകും, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ചിക്കൻ മസാലയിലേക്ക് ഇട്ട് നന്നായിട്ട് ഒരു 2 മിനിറ്റോളം ഇങ്ങനെ വഴറ്റി കൊടുക്കുക, ആ ഒരു മസാലയ്ക്ക് ഈ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓട്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഓട്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം സൂപ്പ് ഉണ്ടാവും. 1 കപ്പ് ഓട്സ് എടുത്താൽ തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. ഒരു 6 പേർക്കൊക്കെ സുഖമായിട്ട് കുടിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ ഞാൻ 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഈ ഒരു ചിക്കൻ്റെ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഒരു മസാലയിൽ ഈ ഒരു ഓട്സും കൂടെ നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഇത് നന്നായിട്ട് യോജിച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഓട്സ് പെട്ടെന്ന് കട്ടിയാവുന്ന സാധനമാണ്, അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 1 കപ്പ് ഓട്സിന് 5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അതുതന്നെ നല്ല പാകത്തിനുള്ളൊരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ മൂടി വെക്കുക. എന്നിട്ട് ഒരു വിസിലാണ് അതിൻ്റെ കണക്ക്. 1 വിസിൽ വരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ അത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഓട്സാണ് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. അതിന് ശേഷം പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ അത് കണ്ടോ, നല്ലൊരു പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് ഓട്സിന് 5 കപ്പ് വെള്ളം എന്നുള്ളത് പാകത്തെ അളവാണ്. ഇനി ഇതൊന്ന് ചൂടാറി വരുമ്പോൾ ഒന്നും കൂടെ നമ്മൾ കുടിക്കുമ്പോൾ ഇത്രയും ചൂടിൽ നമ്മൾ കുടിക്കൂലല്ലോ. അപ്പോൾ നമ്മൾക്ക് ആ ഒരു കുടിക്കണ പാകത്തിനുള്ള ചൂടാവുമ്പോൾ ഒരു ഇത്തിരിയും കൂടെ കട്ടിയാകും. അപ്പോൾ കറക്റ്റ് പരുവം തന്നെ ആയിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് മുറിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ് കേട്ടോ, അത് നമ്മുടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ്. നല്ലൊരു ടേസ്റ്റാണ് ഇതിലേക്ക് മല്ലിയില ചേർക്കുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ്. അപ്പോൾ വെളുത്തുള്ളി മറന്നത് ഞാൻ പ്രത്യേകം പറയുകയാണ്, വെളുത്തുള്ളി ഇതിലേക്ക് മസ്റ്റാണ്. അതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അപ്പോൾ
വെളുത്തുള്ളി ഒരിക്കലും മറക്കരുത് കേട്ടോ, ഞാൻ മറന്ന പോലെ. അപ്പോൾ വെളുത്തുള്ളി എന്തായാലും ചേർക്കുക. വെളുത്തുള്ളി ഒരു 2 ടേബിൾ സ്പൂൺ മുതൽ 3 ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി ചേർക്കാം. അപ്പോൾ അതും കൂടെ ചേർക്കണം എന്തായാലും. അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡിയായി. പിന്നെ ഈ ഒരു സൂപ്പ് കുടിക്കുന്നത് നല്ല ചൂടോട് കൂടെ തന്നെ കുടിക്കുക. നല്ലൊരു ഹോട്ട് സൂപ്പാണിത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇത്തിരി കുരുമുളക് പൊടി മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടി നമ്മൾ കഴിക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ഇത്തിരി ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പല്ലേ അത്. പിന്നെ ഈ ഓട്സ് ഇഷ്ടമല്ലാത്തവരുണ്ടാവും. ആ ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും പുതിയ റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക് യു.